ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഡേ സ്റ്റാൻഡേർഡ് ബിസിനസ് ഐഡിയാസ് സീരീസിന്റെ ഡേ 13 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ നല്ല ഡിമാൻഡുള്ള ഒരു ഫുഡ് പ്രോസസിംഗ് ബിസിനസ് ആണ്. കഴിഞ്ഞ 12 ദിവസവും നമ്മൾ പരിചയപ്പെട്ടത് വിവിധ തരത്തിലുള്ള ബിസിനസ് ഐഡിയാസ് ആണ്. എന്നും അത്തരത്തിലുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. സാധാരണ ഉള്ളി, വെളുത്തുള്ളി, തക്കാളി, ക്യാരറ്റ്, ബീട്രൂട്ട് പോലുള്ള പച്ചക്കറികൾ ഉണക്കി പൊടിയാക്കി വെക്കുന്നതിലൂടെ നല്ല വരുമാനം നേടാൻ കഴിയുന്ന ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾ പൗഡർ മാനുഫാക്ചറിംഗ് ബിസിനസ്. ഹോട്ടലുകൾ, ഫുഡ് കമ്പനികൾ, ഇൻസ്റ്റന്റ് ഫുഡ് നിർമ്മാതാക്കൾ, മസാല കമ്പനികൾ കൂടാതെ വിദേശ രാജ്യങ്ങളിലും ഈ ഉൽപ്പന്നങ്ങൾക്ക് വലിയ ആവശ്യകതയാണ് ഉള്ളത്. ഈ ബിസിനസിനെ കുറിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഈ ബിസിനസ് എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. പച്ചക്കറികളിലെ വെള്ളത്തിന്റെ അളവ് പ്രത്യേക മെഷീനുകൾ ഉപയോഗിച്ച് നീക്കം ചെയ്യും. ശേഷം അവ പൊടിയാക്കി പാക്ക് ചെയ്ത് വിൽക്കും. ഇങ്ങനെ തയ്യാറാക്കുന്ന പൗഡറുകൾ ദീർഘകാലം കേടാകാതെ സൂക്ഷിക്കാനും എളുപ്പത്തിൽ ഉപയോഗിക്കാനും കഴിയും. എന്തൊക്കെ നിർമ്മിക്കാം എന്നും കൂടെ നമുക്ക് നോക്കാം. ഒനിയൻ പൗഡർ, ഗാർലിക് പൗഡർ, ടൊമാറ്റോ പൗഡർ, ക്യാരറ്റ് പൗഡർ, ബീട്രൂട്ട് പൗഡർ, മുരിങ്ങ ലീഫ് പൗഡർ. കഴിഞ്ഞ ദിവസം മുരിങ്ങ ലീഫ് പൗഡറിനെ കുറിച്ച് നമ്മൾ വ്യക്തമായി പഠിച്ചിട്ടുള്ളതാണ്. ഇത് മാത്രമല്ല, മറ്റ് ഒട്ടനവധി പച്ചക്കറികൾ നിങ്ങൾക്ക് ഡ്രൈ ചെയ്ത് പൊടിച്ചെടുത്ത് ബിസിനസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുതിയ നല്ല ഇനം പച്ചക്കറികൾ, ശുദ്ധജലം, ഫുഡ് ഗ്രേഡ് പാക്കിംഗ് കവേഴ്സ്, ലേബലുകൾ, കാർട്ടൺ ബോക്സുകൾ. കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങിയാൽ ചിലവ് കുറയ്ക്കാൻ സാധിക്കും. ഇനി നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ കർണാടക, തമിഴ്നാട്, ഈ 2 സംസ്ഥാനങ്ങളിലും ധാരാളം പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഡയറക്റ്റ് ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പച്ചക്കറി വാങ്ങിക്കാവുന്നതുമാണ്. ഇനി ഇതിന്റെ നിർമ്മാണ രീതി നമുക്ക് നോക്കാം. ആദ്യം പച്ചക്കറികൾ നന്നായി കഴുകണം. ശേഷം ചെറിയ കഷണങ്ങളാക്കി മുറിക്കുക. അവ ഡീഹൈഡ്രേറ്റഡ് മെഷീനിൽ ഉണക്കിയെടുക്കുക. പൂർണ്ണമായും ഉണങ്ങിയ ശേഷം പൾവറൈസർ മെഷീനിൽ പൊടിയാക്കുക. അവസാനം ഫുഡ് ഗ്രേഡ് കവർ പാക്ക് ചെയ്ത് വിപണിയിൽ എത്തിക്കുക. ആവശ്യമായ മെഷീനുകൾ നമുക്ക് നോക്കിയാലോ. ഇതിന് ആവശ്യമായ മെഷീനുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. വെജിറ്റബിൾ വാഷിംഗ് മെഷീൻ, വെജിറ്റബിൾ കട്ടർ, ഡീഹൈഡ്രേറ്റഡ് മെഷീൻ, പൾവറൈസർ മെഷീൻ, മെഷീൻ, സീലിംഗ് മെഷീൻ. ചെറിയ യൂണിറ്റ് തുടങ്ങുവാൻ മെഷീനുകൾക്ക് ഏകദേശം 8 ലക്ഷം മുതൽ 15 ലക്ഷം വരെ ചെലവും വരാം. ഇനി ആദ്യ നിക്ഷേപം നമുക്ക് നോക്കാം. ഈ ബിസിനസ്സിന് ചെറിയ തോതിൽ ആരംഭിക്കണമെങ്കിൽ മെഷീനുകൾ, ഷെഡ്, വൈദ്യുതി കണക്ഷൻ, ലൈസൻസുകൾ, ആദ്യഘട്ട അസംസ്കൃത വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെ ഏകദേശം 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ നിക്ഷേപം ആവശ്യമാണ്. കുറഞ്ഞ നിക്ഷേപത്തിൽ സെമി ഓട്ടോമാറ്റിക് യൂണിറ്റായി തുടങ്ങാം. പിന്നീട് ഓർഡറുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് മെഷീനുകളും ഉൽപാദനവും നമുക്ക് വർദ്ധിപ്പിക്കാം. ഉൽപാദന ശേഷി കൂടി നമുക്ക് നോക്കാം. ഒരു ചെറിയ യൂണിറ്റിൽ ഒരു ദിവസം 150 മുതൽ 300 കിലോ വരെ പുതിയ പച്ചക്കറികൾ പ്രോസസ് ചെയ്യാൻ സാധിക്കും. പച്ചക്കറികളിലെ വെള്ളത്തിന്റെ അളവ് കൂടുതലായതിനാൽ ഉണക്കിയ ശേഷം ഭാരം കുറയും. അതിനാൽ 150 മുതൽ 300 കിലോ പച്ചക്കറികളിൽ നിന്ന് ഏകദേശം നമുക്ക് ലഭിക്കുന്നത് 20 മുതൽ 40 കിലോ വരെ ഉയർന്ന നിലവാരമുള്ള വെജിറ്റബിൾ പൗഡർ ലഭിക്കും. ഇനി ഇതിന്റെ വിൽപ്പനയും ലാഭവും ഒന്ന് നോക്കിയാലോ. ഉൽപ്പന്നത്തിന്റെ തരം അനുസരിച്ച് 1 കിലോ പൗഡറിന് 300 രൂപ മുതൽ 900 രൂപ വരെ ലഭിക്കും. പ്രത്യേകിച്ച് ഗാർലിക് പൗഡർ, മുരിങ്ങ പൗഡർ പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിലയും ലഭിക്കാറുമുണ്ട്. നല്ല ഗുണനിലവാരവും മികച്ച മാർക്കറ്റിംഗും ഉണ്ടെങ്കിൽ ഒരു ചെറിയ യൂണിറ്റിൽ പോലും എല്ലാ ചെലവുകളും കഴിഞ്ഞ് പ്രതിമാസം ഏകദേശം 1 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ലാഭം നേടാൻ കഴിയും. ഇനി ഉൽപാദനവും ഉപഭോക്താക്കളും വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ ലാഭവും ഉയരും. എവിടെയൊക്കെ വിൽക്കാൻ കഴിയുക എന്ന് നമുക്ക് നോക്കാം. സൂപ്പർ മാർക്കറ്റുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ഫുഡ് കമ്പനികൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ, എക്സ്പോർട്ട് മാർക്കറ്റുകൾ, എക്സ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ പുറം രാജ്യങ്ങളിൽ വൻ ഡിമാൻഡാണ് ഇതിനുള്ളത്. ആവശ്യമായ ലൈസൻസുകൾ നമുക്ക് നോക്കിയാലോ. FSSAI ലൈസൻസ്, FSSAI ലൈസൻസ്, GST രജിസ്ട്രേഷൻ, ഉദ്योग രജിസ്ട്രേഷൻ, ട്രേഡ് ലൈസൻസ്, IEC. എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം. എല്ലാ ബിസിനസിനും അതിൻ്റെതായിട്ടുള്ള റിസ്കുകളുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ ശ്രദ്ധിക്കാമെന്ന് നമുക്ക് നോക്കാം. പച്ചക്കറികളുടെ ഗുണനിലവാരം നല്ലതായിരിക്കണം. ഉണക്കുന്ന സമയത്ത് ശുചിത്വം പാലിക്കണം.
നല്ല പാക്കിങ്ങും ബ്രാൻഡിങ്ങും വിജയത്തിന് വളരെ പ്രധാനമാണ്. കുറഞ്ഞ സ്ഥലത്തും തുടങ്ങാൻ കഴിയുന്ന ഇന്ത്യയിലും വിദേശത്തും നല്ല ഡിമാൻഡുള്ള ഒരു മികച്ച ഫുഡ് പ്രോസസിംഗ് ബിസിനസ് ആണ് ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾ പൗഡർ മാനുഫാക്ചറിംഗ്. ശരിയായ ഗുണനിലവാരവും മികച്ച മാർക്കറ്റിംഗും ഉണ്ടെങ്കിൽ ഈ ബിസിനസ് നല്ല വരുമാനം നൽകാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഫോളോ ചെയ്യൂ. 100 Days 100 ബിസിനസ് ഐഡിയ സീരീസിലെ അടുത്ത ബിസിനസ് ഐഡിയ മിസ് ചെയ്യാതിരിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ നാളെ ഡേ 14 മറ്റൊരു മികച്ച ബിസിനസ് ഐഡിയയുമായി വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.